ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് ടൈറ്റിലും തമ്പനയിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇന്ന് നമ്മളൊരു യാത്രയിലാണ്. ഒരു 30 മിനിറ്റ് ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന്. ഇത് കാക്കനാടുള്ള പാലാഴി ഹെൽത്ത് കെയർ ആണ് കേട്ടോ. ഇത് ഞാനായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തണ്ട. നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസിലൂടെയും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്ഥലമാണല്ലേ ഇത്. അവരവരുടെ പേര് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. വിശ്വേക ആയുർവേദ എന്നാണ്. ഞാനിപ്പോ എന്റെ ലാസ്റ്റ് ട്രൈമസ്റ്ററിലാണുള്ളത്. അപ്പൊ ഈ ഒരു സമയമായപ്പോ നമുക്ക് ഇനി വരലെണ്ണാവുന്ന ദിവസം മാത്രമേ ഉള്ളൂ അല്ലേ നമ്മുടെ പ്രസവത്തിന്. പ്രസവാനന്തര രക്ഷ, അതായത് പ്രസവ രക്ഷയെ പറ്റിയൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നെ കാണാൻ വന്ന ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞു അത് വളരെ ഇമ്പോർട്ടൻ്റ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുതെന്ന്. അങ്ങനെ ഞാൻ കുറെ റെഫർ ചെയ്ത് കുറെ പേജുകാരായിട്ടൊക്കെ സംസാരിച്ച് എനിക്ക് ഏറ്റവും കൺവീനിയന്റും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ആയിട്ട് ഞാൻ ഫൈനലൈസ് ചെയ്ത് നമ്മുടെ പാലാഴി കേട്ടോ. നമ്മുടെ വിശ്വേക ആയുർവേദ കേട്ടോ. അവരുടെ സ്ഥലത്ത് തന്നെ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ആണ് അവരുടെ എല്ലാ പേഷ്യൻസിനും യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് 100% നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്ട്സ് ആണ്. പിന്നെ നമ്മുടെ സീമന്ത് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലിൽ കയറി നോക്കാം കേട്ടോ. നമ്മുടെ സീമന്ത് റിലേറ്റഡ് കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും കാണാനെന്ന് വിചാരിക്കണം. കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കേട്ടതിൽ വളരെ സന്തോഷം കേട്ടോ. അപ്പോൾ ബാക്ക് ടു നമ്മുടെ ടോപ്പിക്. നല്ലൊരു വാം വെൽക്കമിങ് തന്നിട്ട് നേരെ അവർ നമ്മുടെ ബോഡി ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് ഇരുത്തിയിട്ടോ. ഇതാണ് നമ്മുടെ ഡോക്ടർ. നമ്മുടെ BP ഒക്കെ ചെക്ക് ചെയ്ത് ജസ്റ്റ് നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യും. എങ്ങനെയാണ് നമ്മുടെ ബോഡിയും കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഒന്ന് അവരൊന്ന് നോക്കും. എന്നിട്ടാണ് അവർ നമ്മുടെ ട്രീറ്റ്മെന്റ് റൂമിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. അവിടെ ആണെങ്കിലും ഭയങ്കര ഒരു കാമിങ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ. ഞാൻ അവിടെ ചെന്ന് ഡോക്ടറോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇനി എന്തൊക്കെയാ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും പറഞ്ഞപ്പോഴേക്കും നമുക്ക് പോസ്റ്റ് നാറ്റൽ കെയർ മാത്രമല്ല പ്രീനാറ്റൽ കെയർ, അതായത് പ്രസവത്തിന് മുന്നേ ഉള്ള കുറച്ച് സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ലാസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ 7, 8, 9 ഈ 7-8 മാസത്തിൽ നമുക്ക് ജോയിന്റ് പെയിൻ, ബോഡി പെയിൻ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനൊക്കെ ഒരു റിലാക്സേഷൻ തരാനായിട്ട് പ്രീനാറ്റൽ കെയർ നല്ല ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ നല്ലതാണ് എന്ന് ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്തു. അപ്പൊ ഞാനും കിച്ചാമിന് വിചാരിച്ചു എന്തായാലും വന്നതല്ലേ, എന്നാ പിന്നെ പ്രീനേറ്റൽ കെയറും കൂടി എടുത്തിട്ട് അങ്ങ് പോവാന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നമുക്ക് തലയിൽ എണ്ണയൊക്കെ ഇട്ടിട്ട് ആണ് കേട്ടോ തുടങ്ങുക. എനിക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തലയിൽ എണ്ണ ഇട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് വലുതായപ്പോൾ തലയിൽ എണ്ണ ഇട്ടാലായി ബുദ്ധിമുട്ട്. പക്ഷെ എനിക്ക് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ആ എണ്ണയൊക്കെ ഇട്ട് മസാജ് ചെയ്ത് തന്നപ്പോഴേക്കും ഭയങ്കര റിലാക്സേഷൻ, നമ്മുടെ ബോഡി ഫുൾ ഇങ്ങനെ ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് കേട്ടോ. ഈ ഒരു പ്രസവം അല്ലെങ്കിൽ ഒരു ഗർഭിണി ആകുമ്പോഴേക്കും എല്ലാവരും പറയുന്ന കാര്യമാണ് തല നിറച്ച് എണ്ണ ഇട്ട് കുളിക്കണം എന്നുള്ളത്. അത് നമ്മുടെ ബോഡി ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയാണ് കേട്ടോ എന്നാണ് എൻ്റെ ഒരു അറിവ്. എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു അറിവാണ് ഞാൻ പറയുന്നത്. ഇവർ നന്നായിട്ട് നമുക്ക് തലയിലൊക്കെ എണ്ണയിട്ട് മസാജ് ചെയ്യും. ആർക്കാണ് മസാജ് ഇഷ്ടമില്ലാത്തത്? എനിക്ക് 24 മണിക്കൂർ ആരെങ്കിലും ഒരാൾ മസാജ് ചെയ്ത് തരാണെങ്കിൽ അത്ര സന്തോഷമുള്ള ഒരാളാണ് കേട്ടോ. അങ്ങനെയുള്ള എന്നെ ഇവർ ഭയങ്കര കാര്യമായിട്ട് പാമ്പർ ചെയ്തായിട്ട് കൊണ്ടുപോയത്. മാത്രമല്ല ഞാനിപ്പോൾ ഡെലിവറി കഴിയാത്ത ഒരാളായതുകൊണ്ട്, അതായത് ഞാനിപ്പോൾ എൻ്റെ പ്രഗ്നൻസി ജേർണിയിൽ ഫ്രേസിലായതുകൊണ്ട് തന്നെ അവർ ഭയങ്കര കാര്യമായിട്ട് ഭയങ്കര ഒരു പൂവിൽ തൊടുന്ന ലാഘവത്തിലായിരുന്നു കേട്ടോ അവരെന്നോട് ഓരോ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. ചിലവർക്ക് തലയിലൊക്കെ എണ്ണയിടുമ്പോഴേക്കും തലവേദന, മൈഗ്രെയിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് പിടിക്കില്ലല്ലോ. നമ്മുടെ ഓരോ കണ്ടീഷൻസും ചോദിച്ച് മനസ്സിലാക്കി അതിന് വേണ്ട ട്രീറ്റ്മെന്റ്സ് ആണ് കേട്ടോ അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യണത്. ആൻഡ് നമുക്ക് എന്താണ് ചെയ്യണേന്നുള്ളത് ഭയങ്കര കാര്യമായിട്ട് അവർ പറഞ്ഞു തരികയും ചെയ്യും. നമ്മൾ എന്താണെന്ന് അറിയാണ്ടല്ല, നമുക്ക് എല്ലാം അറിഞ്ഞിട്ടാണ് അവർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ എന്നെ കിടത്താനായിക്കോട്ടെ എല്ലാം ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ ഭയങ്കര, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് അവിടെ ചെല്ലണ വരെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ആയുർവേദ ട്രീറ്റ്മെന്റ്സ് ഒന്നും എടുത്തിട്ടില്ല, മസാജ് ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. എങ്ങനെയാണ് അവർ ചെയ്യുക, അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കും നമ്മളോട് പെരുമാറുക എന്നൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ ചെന്ന് ഞാൻ ശരിക്കും അവിടെ ചെന്നപ്പോൾ എന്തോ എൻ്റെ കസിൻസിൻ്റെ കൂടെ ഒരു സ്റ്റേക്കേഷന് പോയ വൈബിലായിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. എല്ലാവരും, ഡോക്ടർ ഉൾപ്പെടെ നഴ്സുമാർ എല്ലാവരും നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്ക് ശരിക്കും നമ്മുടെ ഒരു ഹോംലി ഫീലാണ് കേട്ടോ. ഒരു ഹോസ്പിറ്റൽ, ഞാൻ ഉദ്ദേശിച്ച ഹോസ്പിറ്റൽ ഫീലേ അല്ല അവിടെ. നമുക്ക് ശരിക്കും നമ്മുടെ അമ്മ വീട്ടിലൊക്കെ പോയി നിൽക്കുമ്പോഴേക്കും ഭയങ്കര ഒരു സന്തോഷമൊക്കെ ഉണ്ടാവില്ലേ. എനിക്ക് അവിടെ നിന്ന് ശരിക്കും തിരിച്ച് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഇവരൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര കൂട്ടായി. നമ്മളിങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിപ്പായിരുന്നു കേട്ടോ. ഞാൻ മാത്രമല്ല ഇവിടെ നിന്ന് പോകുന്ന ശേഷം കിച്ചാമിനായാലും പറഞ്ഞു നല്ല സ്ഥലമാണില്ലേ, നല്ല പെരുമാറ്റമാണില്ലേ എല്ലാവരുടെയും. നമുക്ക് ഹോസ്പിറ്റാലിറ്റി എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളോട് ആൾക്കാർ പെരുമാറുന്ന അനുസരിച്ചല്ലേ നമുക്ക് പിന്നീട് അവിടെ പോകാൻ തോന്നുള്ളൂ. ഇവരുടെ സർവീസും ഹോസ്പിറ്റാലിറ്റിയും ടോപ്പ് നോച്ച് ആണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും പ്രസവാനന്തര രക്ഷ നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രീനേറ്റൽ കെയറോ പോസ്റ്റ്നേറ്റൽ കെയറോ നോക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് സർവീസ് സെന്റേഴ്സ് അവൈലബിൾ ആണ്. പല പല ബ്രാഞ്ചുകൾ, അല്ലെങ്കിൽ പല പല സ്ഥലം, അല്ലെങ്കിൽ പല പല എന്താ ബ്രാൻഡുകൾ ഉണ്ട് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ചെയ്തതാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവരുടെ ആ ഒരു അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ, പെരുമാറ്റം ആയിക്കോട്ടെ. ഞാൻ പോയത് കാക്കനാട് ബ്രാഞ്ചിലാണ് കേട്ടോ. ഇവർക്ക് ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ബ്രാഞ്ച് ഉണ്ട്. ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ
ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആൻഡ് സ്ക്രീനിൽ നിങ്ങൾ ഇതേ മേളിൽ കാണുന്നില്ലേ അവരുടെ കോൺടാക്ട് നമ്പർ, അതിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽസ് പറഞ്ഞു തരും കേട്ടോ. പല പലതരം സർവീസസ് അവർക്കുണ്ട്. പല ദിവസങ്ങളിലായിട്ടുള്ള സർവീസ് ഉണ്ട്. 7 ദിവസം, 12 ദിവസം, 21 ദിവസം, 28 ദിവസം, അങ്ങനെ പല പല പ്രസവരക്ഷകളുടെ പാക്കേജ് അവർക്കുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് അധികം ഡീറ്റെയിൽസ് അറിയില്ല. എന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഞാനിത് പോയി ആക്ച്വലി ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡി എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യണമെന്നൊക്കെ അറിഞ്ഞിട്ട് വേണമല്ലോ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട്. എൻ്റെ ഹസ്ബൻഡ് പോകുന്നതിന് മുന്നെയാണ്. എൻ്റെ ഹസ്ബൻഡ് ഫെബ്രുവരി 10 പോയി ഓൾറെഡി. അതിന് മുന്നേ ആട്ടോ ഞാൻ ഈ ഒരു ട്രീറ്റ്മെന്റ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്കും കൂടി സജസ്റ്റ് ചെയ്യണത്. അതേ പോകുന്നതിന് മുമ്പും കൂടി നമ്മുടെ BP ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഡെഫിനറ്റ്ലി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.